അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഗാസയിലെ വെടിനിർത്തലിന് ശേഷം ഒരു യുവാവ് തകർന്ന തൻ്റെ വീട്ടിലേക്ക് വരുന്നത് കാണാം. അയാൾ വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. എല്ലായിടത്തും ചുമരുകൾ തകർന്നിരുന്നു, സാധനങ്ങളെല്ലാം ചിതറിക്കിടന്നിരുന്നു. ഈ ദൃശ്യം ആ യുവാവിൻ്റെ ക്യാമറയിൽ തത്സമയം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ അകത്തെ മുറിയിൽ പോയി നോക്കിയപ്പോൾ അയാൾക്ക് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. അത് കണ്ടതിന് ശേഷം അയാളുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ഇല്ലാതായി. എന്തായിരുന്നു ആ കാര്യം? ഈ വീഡിയോയിൽ തുടർന്ന് കാണുക. സുഹൃത്തുക്കളെ, അയാൾ ആ മുറിയിലേക്ക് പ്രവേശിച്ചുടൻ താഴെ വീണുകിടക്കുന്ന ഖുർആനിലാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. അത് തട്ടിയെടുത്ത് കയ്യിലെടുത്തപ്പോൾ അയാളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അയാളുടെ കൺമുന്നിൽ വന്ന ആദ്യത്തെ ആയത്ത്, സുഹൃത്തുക്കളെ, ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങളുടെ വിശ്വാസം പുതുക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഏതായിരുന്നു ആ ആയത്തതിൽ എന്താണ് എഴുതിയിരുന്നത്? അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം. دارنا خراب كثير ومدمرة شبه كلي بس مبسوط جدا جدا انه انا رجعت للدار. اقسم بالله العظيم عندي اياها احسن من قصور الدنيا كلها. دارنا في شمال غزة. يا الله. مصحف يا الله. شوفوا الآية يا جماعة. شوفوا الآية اللي لقيتها بالصدفة. أقسم بالله بالصدفة. الله أكبر الله أكبر الله أكبر الله أكبر. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. الله أكبر الله أكبر. يا رب لك الحمد. أقسم بالله وذلك هو الفوز العظيم. أقسم بالله وذلك هو الفوز العظيم. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു. അയാളുടെ തകർന്ന വീടും നിങ്ങൾ കണ്ടു. എങ്ങനെയാണ് അയാൾ വീഡിയോ എടുത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്നതെന്നും കണ്ടു. അകത്തേക്ക് പോകുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ ഒരു നേരിയ കരച്ചിലുണ്ടായിരുന്നു. എന്നാൽ ഖുർആനിലെ ആ സൂക്തം വായിച്ചതോടെ അയാളുടെ ദുഃഖം പെട്ടെന്ന് അപ്രത്യക്ഷമായി. അയാൾ അല്ലാഹുവിനെ സ്തുതിക്കാനും എൻ്റെ രക്ഷിതാവിൽ നിന്ന് എനിക്കൊരു സന്ദേശം ലഭിച്ചു എന്ന് പറയാനും തുടങ്ങി. എന്തായിരുന്നു ആ ആയത്തിലെ സന്ദേശം? അല്ലാഹു പറയുന്നു, തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്നവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും തൻ്റെ മേൽ ബാധ്യതയായി അല്ലാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനമത്രേ അത്. അല്ലാഹുവേക്കാൾ തൻ്റെ വാഗ്ദാനം പൂർണ്ണമായി നിറവേറ്റുന്നവനായി ആരുണ്ട്? അതിനാൽ നിങ്ങൾ നടത്തിയ ആ ഇടപാടിൽ സന്തോഷിച്ചുകൊള്ളുക. അത് തന്നെയാണ് മഹത്തായ വിജയം. ഇതായിരുന്നു സുഹൃത്തുക്കളെ ആ വ്യക്തിയെ സന്തോഷിപ്പിക്കുകയും അല്ലാഹുവിനെ സ്തുതിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ആ സൂക്തവും അല്ലാഹുവിൻ്റെ സന്ദേശവും. ഈ സന്ദേശം ലോകാവസാനം വരെ വരാനിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക. കഴിഞ്ഞ 2 വർഷമായി അവർ അടിച്ചമർത്തൽ സഹിക്കുകയാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ എണ്ണമറ്റ ജീവനുകൾ അവർ ബലിയർപ്പിച്ചു രക്തസാക്ഷികളായി. എത്രമാത്രം സ്വത്തുക്കൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് കണക്കില്ല. എന്നാൽ ഈ ആയത്ത് വായിച്ചയുടൻ ഇത് ഞങ്ങൾക്കൊരു വലിയ വിജയമാണ് എന്ന് പറഞ്ഞ് അയാൾ അല്ലാഹുവിന് നന്ദി പറയുന്നു. സുഹൃത്തുക്കളെ, ഇത് യാദൃച്ഛികമായി ഖുർആൻ കണ്ടെത്തുകയും യാദൃച്ഛികമായി ആ സൂക്തം കാണുകയും ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ സന്ദേശം മുഴുവൻ സമൂഹത്തിനും വേണ്ടിയുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സന്ദേശം അടിച്ചമർത്തപ്പെട്ട ഈ മുസ്ലിങ്ങൾക്കുള്ളതാണ്. അവരുടെ തകർന്നതും മുറിവേറ്റതുമായ ഹൃദയങ്ങൾക്ക് ഇതൊരു ആശ്വാസമായി വർത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീൻ മക്കൾക്ക് വിജയം നൽകട്ടെ. ആമീൻ.
ഈ വീഡിയോ കഴിയുന്നത്ര മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.